ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം ഭാസിൽ രമിക്കുന്നത്. ഭ എന്നാൽ പ്രകാശം, പ്രകാശത്തിൽ രമിക്കുന്ന നാടാണ് ഭാരതം. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോ നമ്മൾ ഇരുകൈകൾ നീട്ടി അവരെ സ്വീകരിച്ചു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോ നമ്മൾ അവർ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിത് കൊടുത്തു, മറ്റവർക്ക് പള്ളി പണിത് കൊടുത്തു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കുന്ന സമയത്ത് മുംബൈയിലും കൽക്കത്തയിലും കൊച്ചിയിലും നമ്മൾ ഹിന്ദുക്കൾ അവർക്ക് മാതൃകാ കോളനികൾ പണിത് കൊടുത്തു. പാഴ്സികളുടെ രാജാവ് ഗുജറാത്തിൽ വന്ന സമയത്ത് ഗുജറാത്തിലെ രാജാവ് ഒരു ഗ്ലാസ് പാലെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഒരു തുള്ളി പഞ്ചസാര അതിലിട്ട് ലയിപ്പിച്ചു കളഞ്ഞു. പാലിൽ പഞ്ചസാര എന്നതുപോലെ ഞങ്ങൾ ഈ സംസ്കാരത്തിൽ ലയിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ പാഴ്സികൾ അന്ന് വരെ ഗോമാംസം ഭക്ഷിച്ചവരായിരുന്നു. അന്ന് മുതൽ അവർ ഗോമാംസം ഉപേക്ഷിച്ചു. ഈ മണ്ണിലേക്ക് നമ്മൾ എല്ലാവരെയും സ്വീകരിച്ചു. പക്ഷേ നമുക്ക് ആ നന്മ പലപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ കൂടി നക്ഷത്രങ്ങളിൽ ജീവനുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നിട്ടും ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചു, ഓം ദേവ് ശാന്തി, അന്തരീക്ഷം ശാന്തി, പൃഥിവി ശാന്തി, ശാന്തി ദേവ് ശാന്തി. ശാന്തി നൽകുന്ന ഒരു ദേവി ഉണ്ടെങ്കിൽ ആ ദേവിക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാടാണ് ഹിന്ദുത്വം എന്ന് നാം അറിയണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ മനുഷ്യരെ പാപികളെന്നും കാഫറുകളെന്നും ദൈവത്തിന്റെ അടിമകളെന്നും അഭിസംബോധന ചെയ്യാതെ കൃണുന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞ ഈ ധർമ്മം, ഈ സംസ്കാരം കാലങ്ങൾ കടന്നു വന്ന് ഈ 2023 വർഷമായപ്പോൾ നമ്മുടെ കൈകളിലാണ് ഈ ധർമ്മവും ഈ ആചാരവും ഉള്ളത്. ഈ ആചാരത്തിന്റെ ബഹുസ്ഫുരണമാണ് നാളെ നടക്കുന്ന പൊങ്കാല സമർപ്പണം എന്നറിയുക.